കൈവിരലുകൾക്ക് പറ്റിയ പരിക്ക് കാരണം ഇനി ഒരിക്കലും പിയാനോ വായിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ദിവസമായിരുന്നു അന്ന്. ലോകം മുഴുവൻ ആരാധിക്കുന്ന മിൻഹോ ഇന്ന് വെറുമൊരു സാധാരണക്കാരനായി സ്വയം തോന്നി. സോളിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ഇടവഴിയിലാണ് റെയിൻബോ കഫേ. അവിടെ എപ്പോഴും നേരത്തെ സംഗീതം ഒഴുകാറുണ്ട്. ഒരു മഴയുള്ള വൈകുന്നേരമാണ് മിൻഹോ ആദ്യമായി അവിടെ വരുന്നത്. മുഖം മറയ്ക്കുന്ന തൊപ്പിയും കറുത്ത മാസ്കും ധരിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കോണിലെ സീറ്റിൽ അവൻ ഇരുന്നു. സുയൂൺ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. മഴയുള്ളപ്പോൾ ഈ കാപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. അവൾ ഒരു കപ്പ് ചൂട് ലാറ്റെ അവന് നൽകി. അവൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ആ കാപ്പിയുടെ ഗന്ധം അവനെ എന്തോ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഒരു പഴയ പിയാനോയിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു. പിന്നീടുള്ള ദിവസങ്ങളിലും മിൻഹോ അവിടെ വരാൻ തുടങ്ങി. ഓരോ തവണ വരുമ്പോഴും സൂയുൻ അവനോട് ഓരോ കൊച്ചു വിശേഷങ്ങൾ പറയും. അവൾക്ക് അവൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം കഫേയിൽ ആരുമില്ലാത്ത നേരം സൂയുൻ ആ പഴയ പിയാനോയിൽ ഒരു ലളിതമായ ഈണം വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇടയ്ക്ക് അവൾക്ക് തെറ്റുന്നുണ്ടായിരുന്നു. അത് കേട്ടുനിന്ന മിൻഹോ അറിയാതെ അവളുടെ അടുത്തേക്ക് നടന്നു. ആ വിരലുകൾ അങ്ങനെയല്ല വെക്കേണ്ടത്, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ പിയാനോയിൽ കൈവച്ചു. പരിക്കേറ്റ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. വേദനയേക്കാൾ വലിയൊരു ഭയം അവനെ പിടികൂടി. പക്ഷെ സൂയൻ അവൻ്റെ കൈക്ക് മുകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു. തെറ്റിയാലും കുഴപ്പമില്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നത് സംഗീതമാണ്, അവൾ മെല്ലെ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മിൻഹോ പതുക്കെ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. സുയോണിൻ്റെ സാമീപ്യം അവന് വലിയൊരു മരുന്നായി. ഒരു രാത്രി സോൾ നഗരത്തിൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. അവർ ഒരുമിച്ച് നഗരത്തിലൂടെ നടന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, മിൻഹോ പറഞ്ഞു. എനിക്കറിയാം, നിങ്ങൾ ഒരു വലിയ പിയാനിസ്റ്റ് ആണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. മിൻഹോ അമ്പരന്നു. എന്നിട്ട് നീ എന്താണ് പറയാതിരുന്നത്? നിങ്ങൾക്ക് ആവശ്യം ആരാധനയല്ല, ആശ്വാസമാണെന്ന് എനിക്ക് തോന്നി. പ്രശസ്തിയേക്കാൾ വലിയൊരു മനുഷ്യൻ നിങ്ങളിലുണ്ട്, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. മിൻഹോ ആ ഒരു നിമിഷം തിരിച്ചറിഞ്ഞു. തൻ്റെ സംഗീതം തിരിച്ചു കിട്ടിയത് പിയാനോയിലൂടെയല്ല, മറിച്ച് ഈ പെൺകുട്ടിയുടെ സ്നേഹത്തിലൂടെയാണെന്ന്. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒരു മാസത്തിന് ശേഷം മിൻഹോ വീണ്ടും സ്റ്റേജിലേക്ക് തിരികെ വന്നു. പക്ഷേ ഇത്തവണ ഒരു വലിയ കോൺസേർട്ട് ഹാളിലല്ല, മറിച്ച് സൂര്യൻ്റെ കഫേയിലായിരുന്നു ആ ചെറിയ പരിപാടി. അവൻ പിയാനോയിൽ വിരലുകൾ ഒടിച്ചു. ആ സംഗീതം മുമ്പത്തേക്കാൾ മനോഹരമായിരുന്നു. ഓരോ ഇനത്തിലും സിയോണിനോടുള്ള പ്രണയമുണ്ടായിരുന്നു. സംഗീതം അവസാനിച്ചപ്പോൾ അവൻ സദസ്സിലിരുന്ന സൂര്യനെ നോക്കി പുഞ്ചിരിച്ചു. മഞ്ഞ് വീഴുന്ന ആ ജനാലയ്ക്കപ്പുറം പുതിയൊരു വസന്തത്തിന്റെ തുടക്കമായിരുന്നു അന്ന്. മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, പക്ഷേ ശരിയായ ആൾ കൂടെയുണ്ടെങ്കിൽ ആ യാത്ര മനോഹരമായിരിക്കും. മിൻഹോയും സുയൂണും ഒരേ താളത്തിൽ ജീവിതം തുടർന്നു.